ഹലോ ഫ്രണ്ട്സ്, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ കുറച്ച് MCQ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1, ഇഫ് ആൻ എംപ്ലോയി ഓഫ് ദി ബിസിനസ് ഫയൽസ് എ ലീഗൽ സ്യൂട്ട് ഓൺ ബിസിനസ്, ഇറ്റ് ഈസ് കൺസിഡേർഡ് ഇൻ ദി ബുക്സ് ആസ് ഓപ്ഷൻ എ ലീഗൽ എക്സ്പെൻസ്, ഓപ്ഷൻ ബി ലയബിലിറ്റി, ഓപ്ഷൻ സി കണ്ടിൻജൻറ്റ് അസറ്റ്, ഓപ്ഷൻ ഡി കണ്ടിൻജൻറ്റ് ലയബിലിറ്റി. ആൻസർ ഓപ്ഷൻ ഡി ആണ്, കണ്ടിൻജൻറ്റ് ലയബിലിറ്റി. ദെൻ question number 2, at the end of the accounting year, the capital expenditures are shown in the option A asset side of the balance sheet, option B liability side of the balance sheet, option C debit side of the profit and loss account, option D credit side of the profit and loss account. Answer option A ആണ്, asset side of the balance sheet. ക്വസ്റ്റിന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് എവിടെയാണ് കാണിക്കുക എന്നാണ്. അത് അസറ്റ് സൈഡിലാണ്, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് നമ്മൾ കാണിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് ചാർജിങ് ഡിപ്രീസിയേഷൻ? താഴെ പറയുന്നവരിൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്ന മെത്തേഡ് അല്ലാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സിംഗിങ് ഫണ്ട് മെത്തേഡ്, ഓപ്ഷൻ ബി സം ഓഫ് ഇയേഴ്സ് ഡിജിറ്റ് മെത്തേഡ്, ഓപ്ഷൻ സി വർക്കിംഗ് അവേഴ്സ് മെത്തേഡ്, ഓപ്ഷൻ ഡി അസറ്റ്സ് ലൈഫ് സൈക്കിൾ മെത്തേഡ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, അസറ്റ്സ് ലൈഫ് സൈക്കിൾ മെത്തേഡ് എന്നുള്ളതാണ്. ബാക്കിയുള്ളതൊക്കെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്ന മെത്തേഡുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ആവറേജ് ഇൻവെൻറ്ററി ഈസ് ₹1,25,000 ആൻഡ് ക്ലോസിംഗ് ഇൻവെൻറ്ററി ഈസ് 10,000 ലെസ് ദാൻ ഓപ്പണിംഗ് ഇൻവെൻറ്ററി, ദെൻ ദി വാല്യൂ ഓഫ് ക്ലോസിംഗ് ഇൻവെൻറ്ററി വിൽ ബി ഓപ്ഷൻ എ ₹1,35,000, ഓപ്ഷൻ ബി 1,15,000, ഓപ്ഷൻ സി 1,30,000, ഓപ്ഷൻ ഡി 1,20,000. ക്വസ്റ്റ്യൻ, ആവറേജ് ഇൻവെൻറ്ററി 1,25,000 ആണ്. ക്ലോസിംഗ് ഇൻവെൻറ്ററി ഓപ്പണിംഗ് ഇൻവെൻറ്ററിയേക്കാൾ 10,000 കുറവാണ്. അങ്ങനെയാണെങ്കിൽ ക്ലോസിംഗ് ഇൻവെൻറ്ററി എത്ര എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു കാര്യം, എത്രയാണോ ഓപ്പണിംഗ് ഇൻവെൻറ്ററിയേക്കാൾ കുറവ്, അല്ലെങ്കിൽ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണോ, 10,000 ആണ്, അതിൻ്റെ പകുതി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ആവറേജ് ഇൻവെൻറ്ററിയിൽ നിന്ന് കുറച്ചാൽ മതി. ക്ലോസിംഗ് ഇൻവെൻറ്ററി ചോദിക്കുകയാണെങ്കിൽ. ഇനി ഓപ്പണിംഗ് ഇൻവെൻറ്ററിയാണ് ചോദിച്ചെന്നുണ്ടെങ്കിൽ ആ ഡിഫറൻസിൻ്റെ പകുതി ആ ഒരു ആവറേജ് ഇൻവെൻറ്ററിയിൽ കൂട്ടിക്കഴിഞ്ഞാൽ ഓപ്പണിംഗ് ഇൻവെൻറ്ററി ആവും. ഇവിടെ ക്ലോസിംഗ് ഇൻവെൻറ്ററിയാണ് ക്വസ്റ്റ്യൻ. അതുകൊണ്ട് 10,000 പകുതി 5,000, അത് 1,25,000 എന്നുള്ള ആവറേജ് ഇൻവെൻറ്ററിയിൽ നിന്ന് ലെസ് ചെയ്യാം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1,20,000 എന്നുള്ളത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ദ അക്കോമഡേഷൻ ബിൽ ഈസ് ഡ്രോൺ. ഓപ്ഷൻ എ ടു ഫിനാൻസ് ആക്ച്വൽ പർച്ചേസ് ഓർ സെയിൽ ഓഫ് ഗുഡ്സ്, ഓപ്ഷൻ ബി ടു ഫെസിലിറ്റേറ്റ് ട്രേഡ് ട്രാൻസ്മിഷൻ, ഓപ്ഷൻ സി വെൻ ബോത്ത് പാർട്ടീസ് ആർ ഇൻ നീഡ് ഓഫ് ഫണ്ട്സ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. അക്കോമഡേഷൻ ബില്ല് എപ്പോഴാണ് ഡ്രോൺ ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം, രണ്ട് പാർട്ടീസിനും ഫണ്ടിന് ആവശ്യം വരുന്ന സമയത്താണ് നമ്മൾ അക്കോമഡേഷൻ ബില്ല് ഡ്രോ ചെയ്യുന്നത്. അവിടെ ആക്ച്വൽ പർച്ചേസോ ആക്ച്വൽ സെയിലോ നടക്കുന്നുണ്ടാവില്ല. അപ്പോൾ അഞ്ചാമത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, വെൻ ബോത്ത് പാർട്ടീസ് ആർ ഇൻ നീഡ് ഓഫ് ഫണ്ട്സ് എന്നുള്ളത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ബാലൻസ് ഓഫ് എക്സസ് അക്കൗണ്ട് ഇൻ ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ is transferred to X account in debtors ledger in the case. Option A, X account in debtors ledger will be debited. Option B, X account in creditors ledger will be debited. Option C, suspense account will be debited. Option D, none of the above. Question ഇതാണ്, എക്സ് അക്കൗണ്ട് ക്രെഡിറ്റേഴ്സ് ലെഡ്ജറിലും ഉണ്ട്, ഡെപ്റ്റേഴ്സ് ലെഡ്ജറിലും ഉണ്ട്. അവിടെ ക്രെഡിറ്റേഴ്സ് ലെഡ്ജറിലെ എക്സ് അക്കൗണ്ട് ഡെപ്റ്റേഴ്സ് ലെഡ്ജറിലെ എക്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ താഴെ പറയുന്നതിൽ ഏത് കേസാണ് വരിക? ആൻസർ വരുന്നത് ഇതാണ്, ബി ആണ്, എക്സസ് അക്കൗണ്ട് ഇൻ ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ വിൽ ബി ഡെബിറ്റഡ്. കാരണം ക്രെഡിറ്റേഴ്സ് ലെഡ്ജറിലുള്ള എക്സ് അക്കൗണ്ട് ഡെബിറ്റേഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ ക്രെഡിറ്റേഴ്സ് ലെഡ്ജറിലെ എക്സ് അക്കൗണ്ടിനെ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്താലേ അത് ക്യാൻസലായിട്ട് പോവുള്ളൂ. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്രൗണ്ട് റെൻറ്റ് ഓർ സർഫേസ് റെൻറ്റ് മീൻസ് ഓപ്ഷൻ എ മിനിമം റെൻറ്റ്, ഓപ്ഷൻ ബി മാക്സിമം റോയൽറ്റി പേയബിൾ, ഓപ്ഷൻ സി മിനിമം റോയൽറ്റി പേയബിൾ, ഓപ്ഷൻ ഡി ഫിക്സ്ഡ് റെൻറ്റ് പേയബിൾ ഇൻ അഡീഷൻ ടു മിനിമം റെൻറ്റ്. ആൻസർ ഡി ആണ്, ഫിക്സ്ഡ് റെൻറ്റ് പേയബിൾ ഇൻ അഡീഷൻ ടു മിനിമം റെൻറ്റ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഇൻ ഇന്ത്യ ആർ ഇഷ്യൂഡ് ബൈ ഓപ്ഷൻ എ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ബി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ സി ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ഡി ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഓഫ് ഇന്ത്യ. ആൻസർ സി ആണ്, ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് എ
ഓപ്ഷൻ എ നോമിനൽ അക്കൗണ്ട്, ഓപ്ഷൻ ബി റിയൽ അക്കൗണ്ട്, ഓപ്ഷൻ സി പേഴ്സണൽ അക്കൗണ്ട്, ഓപ്ഷൻ ഡി ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ട്. ആൻസർ നോമിനൽ അക്കൗണ്ടാണ്. എ ആണ് ആൻസർ വരിക. നോമിനൽ അക്കൗണ്ട് എന്നുള്ളതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഈസ് ഓപ്പൺഡ് ഇൻ. ഓപ്ഷൻ എ ജനറൽ ലെഡ്ജർ, ഓപ്ഷൻ ബി ഡെപ്റ്റേഴ്സ് ലെഡ്ജർ, ഓപ്ഷൻ സി ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ, ഓപ്ഷൻ ഡി എയ്തർ ബി ഓർ സി. ആൻസർ ഓപ്ഷൻ എ ആണ്, ജനറൽ ലെഡ്ജർ ആണ്. ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഓപ്ഷൻ എ ആണ്, ജനറൽ ലെഡ്ജർ. അടുത്ത ക്വസ്റ്റ്യൻ, റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഈസ് എ. ഓപ്ഷൻ എ നോമിനൽ അക്കൗണ്ട്, ഓപ്ഷൻ ബി റിയൽ അക്കൗണ്ട്, ഓപ്ഷൻ സി പേഴ്സണൽ അക്കൗണ്ട്, ഓപ്ഷൻ ഡി ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ട്. ആൻസർ ഓപ്ഷൻ ബി ആണ്, റിയൽ അക്കൗണ്ട് ആണ്. ഓർത്ത് വെക്കുക, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നോമിനൽ അക്കൗണ്ട്, റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് റിയൽ അക്കൗണ്ട് ആണ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, എ റിസോഴ്സ് ഓൺഡ് ബൈ ദി ബിസിനസ് വിത്ത് പർപ്പസ് ഓഫ് യൂസിങ് ഇറ്റ് ഫോർ ജനറേറ്റിംഗ് ഫ്യൂച്ചർ പ്രോഫിറ്റ് ഇറ്റ് ഈസ് നോൺ ആസ്. ഓപ്ഷൻ എ ക്യാപിറ്റൽ, ഓപ്ഷൻ ബി അസറ്റ്, ഓപ്ഷൻ സി ലയബിലിറ്റി, ഓപ്ഷൻ ഡി സർപ്ലസ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, അസറ്റ് ആണ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, ഔട്ട്വേർഡ് ഇൻവോയ്സ്. ഔട്ട്വേർഡ് ഇൻവോയ്സ് ഇഷ്യൂഡ് ഈസ് എ സോഴ്സ് ഡോക്യുമെൻ്റ് ഓഫ്. ഓപ്ഷൻ എ പർച്ചേസ് ബുക്ക്, ഓപ്ഷൻ ബി സെയിൽസ് ബുക്ക്, ഓപ്ഷൻ സി റിട്ടേൺ ഇൻവേർഡ് ബുക്ക്, ഓപ്ഷൻ ഡി റിട്ടേൺ ഔട്ട്വേർഡ് ബുക്ക്. ആൻസർ ഓപ്ഷൻ ബി ആണ്, സെയിൽസ് ബുക്ക്. ക്വസ്റ്റ്യൻ നോക്കുക, ഔട്ട്വേർഡ് ഇൻവോയ്സ് ഏത് സോഴ്സ് ഡോക്യുമെൻ്റ് ആണ്, എന്തിൻ്റെ സോഴ്സ് ഡോക്യുമെൻ്റ് ആണ്? ഔട്ട്വേർഡ് ഇൻവോയ്സ്. ഔട്ട്വേർഡ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം സെയിൽസുമായി ബന്ധപ്പെട്ടതാണ്. ഇൻവോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ വരില്ല, സെയിൽസ് ബുക്കുമായി ബന്ധപ്പെട്ടതാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ് വരിക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ക്യാപിറ്റൽ നേച്ചർ. താഴെ പറയുന്നതിൽ ക്യാപിറ്റൽ നേച്ചറിൽ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ കമ്മീഷൻ ഓൺ പർച്ചേസ്, ഓപ്ഷൻ ഡി കോസ്റ്റ് ഓഫ് റിപ്പയേഴ്സ്, ഓപ്ഷൻ സി റെൻ്റ് ഓഫ് ഫാക്ടറി, ഓപ്ഷൻ ഡി വേജസ് പെയ്ഡ് ഫോർ ഇൻസ്റ്റലേഷൻ ഓഫ് മെഷീനറി. ആൻസർ ഓപ്ഷൻ ഡി ആണ്, വേജ് പെയ്ഡ് ഫോർ ഇൻസ്റ്റലേഷൻ ഓഫ് മെഷീനറി. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എനി സ്റ്റോക്ക് ഈസ് ടേക്കൺ ബൈ എ കോവെഞ്ചർ ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ്. ഓപ്ഷൻ എ ആൻ ഇൻകം ഓഫ് ദി ജോയിൻറ്റ് വെഞ്ചർ, ഓപ്ഷൻ ബി ആൻ എക്സ്പെൻസ് ഓഫ് ദി ജോയിൻറ്റ് വെഞ്ചർ, ഓപ്ഷൻ സി ടു ബി ഇഗ്നോർഡ് ഫ്രം ജോയിൻറ്റ് വെഞ്ചർ, ഓപ്ഷൻ ഡി ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ഇൻ ദി പേഴ്സണൽ ബുക്സ് ഓഫ് ദി കോവെഞ്ചർ. ആൻസർ ഓപ്ഷൻ എ ആണ്, ആൻ ഇൻകം ഓഫ് ദി ജോയിൻറ്റ് വെഞ്ചർ. അതായത് ഇവിടെ സ്റ്റോക്ക് കോവെഞ്ചർ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ കോവെഞ്ചറുടെ പേഴ്സണൽ അക്കൗണ്ടിന് നമ്മൾ ഡെബിറ്റ് ചെയ്യും, ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യുക, ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അടുത്തത്, കണ്ടിൻജൻറ്റ് ലയബിലിറ്റി വുഡ് അപ്പിയർ. കണ്ടിൻജൻറ്റ് ലയബിലിറ്റി എവിടെയാണ് കാണിക്കുക? ഓപ്ഷൻ എ ഓൺ ദി ലയബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്, ഓപ്ഷൻ ബി ഓൺ ദി അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്, ഓപ്ഷൻ സി ഡു നോട്ട് ഷോൺ ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ഓപ്ഷൻ ഡി ആസ് എ നോട്ട് ഇൻ ദി ബാലൻസ് ഷീറ്റ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ആസ് എ നോട്ട് ഇൻ ദി ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിലെ ഫുഡ് നോട്ടായിട്ടാണ് നമ്മൾ കണ്ടിൻജൻറ്റ് ലയബിലിറ്റി കാണിക്കാറുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് നോൺ ആസ്. ഓപ്ഷൻ എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഓപ്ഷൻ ബി റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഓപ്ഷൻ സി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ഓപ്ഷൻ ഡി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ആൻസർ സി ആണ് വരിക, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് അക്കൗണ്ട് ഈസ് മെയിൻലി പ്രിപ്പയർഡ് അറ്റ് ദി ടൈം ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് ദി ഫേം. ഓപ്ഷൻ എ റിവാലുവേഷൻ അക്കൗണ്ട്, ഓപ്ഷൻ ബി ഗുഡ് വിൽ അക്കൗണ്ട്, ഓപ്ഷൻ സി റിയലൈസേഷൻ അക്കൗണ്ട്, ഓപ്ഷൻ ഡി മെമ്മോറാണ്ടം റിവാലുവേഷൻ അക്കൗണ്ട്. അതായത് ഡിസൊല്യൂഷൻ്റെ സമയത്ത് മെയിൻലി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ സി ആണ്, റിയലൈസേഷൻ അക്കൗണ്ട് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് ആർ അപ്പോർഷൻഡ് എമംഗ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇൻ ദി പ്രൊപ്പോർഷൻ ഓഫ്. ഓപ്ഷൻ എ സെയിൽസ് ഓഫ് ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്, ദെൻ ഓപ്ഷൻ ബി പർച്ചേസ് ഓഫ് ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്, ഓപ്ഷൻ സി നമ്പർ ഓഫ് യൂണിറ്റ് സോൾഡ് ബൈ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്, ദെൻ ഓപ്ഷൻ ഡി കോസ്റ്റ് ഓഫ് സെയിൽസ് ഓഫ് ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്. ആൻസർ ഓപ്ഷൻ എ ആണ്, സെയിൽസ് ഓഫ് ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഹയർ പർച്ചേസ് സിസ്റ്റം ക്യാഷ് പ്രൈസ് പ്ലസ് ഇൻട്രസ്റ്റ് ഈസ് നോൺ ആസ്. ഓപ്ഷൻ എ ക്യാപിറ്റൽ വാല്യൂ ഓഫ് അസറ്റ്, ഓപ്ഷൻ ബി ബുക്ക് വാല്യൂ ഓഫ് അസറ്റ്, ഓപ്ഷൻ സി പർച്ചേസ് പ്രൈസ് ഓഫ് അസറ്റ്, ഓപ്ഷൻ ഡി ഹയർ പർച്ചേസ് ചാർജസ്. ആൻസർ ഓപ്ഷൻ സി ആണ്, ഹയർ പർച്ചേസ് പ്രൈസ് ഓഫ് അസറ്റ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് or are the method of accounting for branches. അക്കൗണ്ടിങ് ഫോർ ബ്രാഞ്ചസിൻ്റെ മെത്തേഡ്സ് താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ എ ഫൈനൽ അക്കൗണ്ട്സ് മെത്തേഡ്,
ഓപ്ഷൻ ബി ഡെപ്റ്റേഴ്സ് മെത്തേഡ്, ഓപ്ഷൻ സി സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് മെത്തേഡ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. ആൻസർ ഓഫ് ഓൾ ഓഫ് ദി അബോവ് ആണ്, ഓപ്ഷൻ ഡി ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് സിമിലർ ടു ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓപ്ഷൻ എ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ഓപ്ഷൻ ബി റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഓപ്ഷൻ സി ബാലൻസ് ഷീറ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോവ്. ആൻസർ ഓപ്ഷൻ എ ആണ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണ്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് പകരം ചെയ്യുന്നതാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കണ്ടൽ ഡ്രോസ് എ ബിൽ ഓൺ ശ്യാം ഫോർ 7,000. കണ്ടൽ എൻഡോസ്ഡ് ഇറ്റ് ടു റാം, റാം എൻഡോസ്ഡ് ഇറ്റ് ടു റഹീം. The payee of the bill will be option A Kandal, option B Ram, option C Shyam, option D Rahim. ആൻസർ ഓപ്ഷൻ ഡി ആണ്, റഹീം ആണ്. പേയി ആരാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഓപ്ഷൻ ഡി ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബാഡ് ഡെബ്റ്റ്സ് ആർ അപ്പോർഷൻഡ് എമംഗ് ദി ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇൻ ദി പ്രൊപ്പോർഷൻ ഓഫ്. ഓപ്ഷൻ എ സെയിൽസ് ഓഫ് ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്, ഓപ്ഷൻ ബി നമ്പർ ഓഫ് യൂണിറ്റ്സ് സോൾഡ് ബൈ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്, ഓപ്ഷൻ സി കോസ്റ്റ് ഓഫ് സെയിൽസ് ഓഫ് ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോവ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, നമ്പർ ഓഫ് യൂണിറ്റ്സ് സോൾഡ് ബൈ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഫണ്ടമെൻ്റൽ അക്കൗണ്ടിംഗ് അസംഷൻ. ഓപ്ഷൻ എ ഗോയിങ് കൺസേൺ, ഓപ്ഷൻ ബി കൺസിസ്റ്റൻസി, ഓപ്ഷൻ സി അക്രൂഡ്, ഓപ്ഷൻ ഡി മെറ്റീരിയാലിറ്റി. ആൻസർ ഓപ്ഷൻ ഡി ആണ്, മെറ്റീരിയാലിറ്റി ആണ് ആൻസറായിട്ട് വരിക. ഓക്കെ, താങ്ക് യു.